അപ്പൊ എങ്ങനെ IC ബാലകൃഷ്ണൻ രാജിവെക്കുകയാണല്ലോ. ഈ നാട്ടിൽ രണ്ട് നിയമമൊന്നുമില്ലല്ലോ. PP ദിവ്യ ഒരു ആത്മഹത്യക്ക് പ്രേരണ കൊടുത്തു എന്ന പേരിൽ എന്തെല്ലാം സിദ്ധാന്തങ്ങളാണ് കാണ്ടം കാണ്ടം പുറത്തേക്ക് വിളമ്പിയത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഉടനടി രാജി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. വയനാട് DCC ട്രഷറായിട്ടുള്ള NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ആ കുറിപ്പിലെ ഏറ്റവും അവസാനത്തെ വാചകം വായിച്ചാൽ ഹൃദയഭേദകമാണ്. 50 വർഷം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് ജീവിതം തുലച്ചു. ഒരു DCC ട്രഷർ മകനും ആത്മഹത്യ ചെയ്യുമ്പോൾ ആ ആത്മഹത്യാക്കുറിപ്പ് KPCC പ്രസിഡന്റിനും അതിന്റെ പകർപ്പ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതി നിർത്തിയത് ഇങ്ങനെയാണ്: കോൺഗ്രസുകാർ എന്താണെന്നും വെളുക്കെ ചിരിച്ചുകൊണ്ട് ഉള്ളാരെ ചെയ്യുന്ന പ്രവർത്തനം എന്തെന്നും ആ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ടുണ്ട്. PP ദിവ്യയുടെ ഒരു വിഷയമുണ്ടായപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ നാട്ടിൽ പറഞ്ഞു വെച്ചതും. ഇതുപോലെ ഒന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇറങ്ങിയെന്ന് ആ PP ദിവ്യയ്ക്ക് കൊടുത്ത ഉപദേശത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് അന്തസ്സായിട്ട് പറഞ്ഞേ കാണട്ടെ. നാട്ടുകാർക്ക് മനസ്സിലാകട്ടെ എല്ലാ വിഷയത്തിലും ഒരേ നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്ത് തരം മനുഷ്യരാണ്? മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റില്ല. IC ബാലകൃഷ്ണനും KPCC പ്രസിഡന്റും വയനാട് DCC പ്രസിഡന്റ് ആയിട്ടുള്ള അപ്പച്ചനെല്ലാം കൂടി ചേർന്നു രണ്ട് മനുഷ്യരെ അങ്ങ് കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ മതി.